മഴമേഘം മിന്നലടിക്കുത് ചാറല്ലടിക്കുത് ഇതയം തുടിക്കുത് മിന്നലടിക്കുത്. എന്തറക്കറിയണ അയ്യടോ പാവം. കുഴപ്പമില്ലാട്ടാ, നിന്റെ അച്ഛനല്ലേ നിന്റെ നല്ലതിന് വേണ്ടിട്ടില്ലടാ. അഴയില് നല്ല തണുത്ത മഴത്തുള്ളി ഉണ്ട്, അത് നീ കയ്യിൽ ശേഖരിച്ചിട്ടേ നല്ല അമർത്തി തുറത്തോട്ടാ. എന്തിനാ ചക്കര 2 ദിവസം കൂടി സ്കൂൾ തുറക്കും, അപ്പൊ തന്നെ കരഞ്ഞോളൂ. പിന്നെ ചേരണിയെ പണിക്ക് പോയിട്ട് മഴയൊക്കെയല്ലേ പണിയില്ല. എന്നാ ചെറിയ ചൂണ്ടിട്ടൊരു മീൻ പിടിക്കാൻ വെച്ച് ആ ചൂണ്ടിട്ടുള്ള പരിപ്പടത്ത് ചക്കരെടുത്ത് തിന്നേ. ഈ ചക്കന് വിചാരം പരിപ്പടമൊക്കെ ഞാനാ തിന്നണെന്ന്. അതൊക്കെ മീൻ തന്നെയാ തിന്നണത്. ആ മീനോട് തോന്നണ്ടേ ഇതിൽ കുടുങ്ങണെന്ന്. ചേട്ടപ്പൊ നീ കഷ്ടപ്പെട്ട് ചൂട് പരിപ്പടമായിട്ട് മീനിന്റെ കുട്ടികൾക്ക് കൊടുക്കണ. ഇവനല്ലേ ചേട്ടൻ, ഇവന് കൊടുത്തോടപ്പോ. പരിപ്പോടെ തിന്നതിന് ഞാൻ അവിടെ ചീത്ത പറഞ്ഞു. ആ ചീത്ത പറഞ്ഞ അവൻ എന്റെ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു. അതിനാ ഞാൻ തന്നെയത്. ഇപ്പൊ പണിയുണ്ടോ ഇല്ലെന്ന് അറിയാനും പറ്റില്ല, വിളിക്കാനും പറ്റില്ലേ. അപ്പൊ പരിപ്പടം മാത്രമായിട്ട് വെക്കാണ്ടേ അതിന്റെ ഉള്ളിൽ ചൂണ്ട കൊടുത്തും കൂടി വെക്കി. അതാകുമ്പോ എടുത്ത് കഴിക്കുമ്പോ അണ്ണാക്കിൽ കുരുങ്ങിക്കോളും. ആ പരിപാടി ഞാൻ നോക്കണ്ട്. അല്ല, മീൻ പിടിക്കാൻ വേറെ കുറെ പരിപാടി ഉണ്ടല്ലോ, അത് നോക്കിക്കോടെ. എങ്ങനെ ചെയ്യാനാ? കോരിവല എടുത്ത് കൊതുവലയൊക്കെ വെച്ചേക്ക. അതിൽ കിടന്ന് ഉറങ്ങുക. അതങ്ങനെ എടുത്താ അപ്പ കാറും. പിന്നുള്ളത് ഊത്തൂലിയാ. അതല്ലെങ്കിൽ 3 തൊള്ളിട്ടിട്ട് ഓടക്കുള്ളിലാക്കി വെച്ചേക്ക. പിന്നുള്ളത് ഏറുവലയാ. അത് ഞാൻ നോക്കുമ്പോ 2 തെങ്ങുമൊക്കെ ഊഞ്ഞാലായിട്ടിരുന്നാടാടാ. അല്ല, ചേട്ടൻ ഒരു സ്ലിംഗ് ഷോട്ട് ഉണ്ടല്ലേ, എന്ത് ചെയ്ത? ഞാൻ നോക്കുമ്പോ ഇവന് കൂട്ടർ പീപ്പില് അതുകൊണ്ട് ഒരു കുറ്റുമുക്ക് പാടത്തോണ്ടിട്ട് പട്ടം പാടത്തി കളിക്കുക. അത് കാണാൻ കുറെ പേര്. ഓ, മൊത്തത്തില് അപ്പൊ ഈ പ്രാചീനമായ ഒരു സാധനം കുരുത്തി, അതാകുമ്പോ കളിക്കെടുക്കില്ല, ചെയ്തോടാ. അതും ഞാൻ ചെയ്തു. അതിലമ്മ മീനും പെട്ടു. അപ്പൊ സെറ്റായില്ലേ, കൊഴപ്പില്ല. അതേതോ ഒരുത്തി കൊണ്ടുപോയിടാ. ഒരുത്തി അവളൊരുത്തി പാൽ മണക്കും ചിരിപ്പരത്തി. അല്ല, മീൻ കൂട്ടാണ്ട് തൊണ്ടെന്ന് ഇറങ്ങണെങ്കിലേ ഈ പരിപാടി അങ്ങനെ നിർത്തിക്കോ. മഴയായാലും മീൻ മാർക്കറ്റ് നല്ല വർക്ക് ഉണ്ടാവും. മുണ്ടെടുത്തിട്ട് പോയാ മതി. നൈസായിട്ട് ഓരോ കൊട്ട ഇറക്കുമ്പോൾ ഓരോ മീൻ എടുത്തിട്ട് ഇങ്ങനെ മുണ്ടിന്റെ ഇടയ്ക്കിടാ. നന്നായിണ്ട്. ഞാനേ മുന്നേ ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുള്ളതാ. ഒരു കുട്ട ഇറക്കും, ഒരു മീൻ ഇടും. അന്ന് കഷ്ടകാലമായിട്ട് ഒരു മീൻ എടുത്തിട്ടതാ. അത് തരണ്ട് കുട്ടിയായിരുന്നു. അന്ന് പിന്നെ ജെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കൊരു ഉറപ്പില്ല. അത് എവിടേക്കാ കുത്തിയെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ചേട്ടന് കുട്ടി ഉണ്ടായത് ഭാഗ്യം. അതും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പേടിയാവാ.